ഇപ്പോൾ കഴിഞ്ഞ ഇൻ്റർവ്യൂവിലാണെങ്കിലും അദ്ദേഹം നടത്തിയ ചില സ്വയം പുകഴ്ത്തലുകൾ, അത് അങ്ങനെ തന്നെ പറയാമെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഞാൻ ഐക്യരാഷ്ട്രസഭയിലെ തൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ച് അമേരിക്കയിൽ സ്വസ്ഥമായി കഴിയുന്ന സമയത്താണ് എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത്. ഞാനവിടെ അത്യാവശ്യം പണമൊക്കെ സമ്പാദിച്ച് സുഖമായി കഴിയായിരുന്നു. ആ സമയത്താണ് എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സേവനത്തിന് വേണ്ടി വന്നതാണ്, അതിനുള്ള അവസരം എനിക്ക് കിട്ടണം. എൻ്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്തണമെങ്കിൽ എന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് എഴുതാൻ ഉണ്ട്, പുസ്തകങ്ങളുണ്ട്, എനിക്ക് ലോകം മുഴുവൻ ഓടി നടക്കാനുള്ള ക്ഷണങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ശശി തരൂരിൻ്റെ ഒരു കഴിവ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ, അദ്ദേഹത്തിൻ്റെ കഴിവുകളൊക്കെ കോൺഗ്രസ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് പോലെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഫ്യൂച്ചർ പദ്ധതികൾ എന്തൊക്കെയായിരിക്കും. അദ്ദേഹം അതിനോട് കൂടെ തന്നെ പറയുന്നുണ്ട്, ഒരു ഓർഗനൈസേഷൻ്റെ സപ്പോർട്ടില്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് സാധ്യമല്ല എന്നും കൂടെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭാവി പദ്ധതികൾ എന്തൊക്കെയായിരിക്കും? നമുക്കിപ്പോൾ പറഞ്ഞുകൂടാ. അത് ആദ്യത്തെ പാട്ടിലല്ലോ സലീം പറഞ്ഞു, അതായത് അദ്ദേഹം സ്വയം പുകഴ്ത്തുന്നു എന്നുള്ളത്. നമ്മൾ പുതിയൊരു സിനാരിയോ നോക്കണം. അതായത് സ്വയം പുകഴ്ത്തിക്കൊണ്ടാണ് പുതിയ ലീഡർഷിപ്പ് എല്ലാം വരുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദി കഴിഞ്ഞ 13 വർഷമായിട്ട് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതിന് 1.5 വർഷം മുമ്പ് മുതൽ ഇങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം സ്വയം പുകഴ്ത്തലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് ഗുജറാത്ത് മോഡൽ എന്ന് പറഞ്ഞിട്ട്, ഗുജറാത്ത് മോഡൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 12 വർഷമായിട്ട് എൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും ഞാൻ എന്ന വാക്കിനാണ് പ്രോമിനൻസ്. അത് സ്വാതന്ത്ര്യദിന പ്രസംഗം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രസംഗം ആയിക്കോട്ടെ, തെരഞ്ഞെടുപ്പ് റാലിയിലെ പ്രസംഗം ആയിട്ട്, എല്ലാത്തിലും ഞാനാണ് പ്രധാനം. കഴിഞ്ഞ 13 വർഷമായിട്ട് അല്ലെങ്കിൽ 14 വർഷമായിട്ട് നമ്മൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിയിൽ നിന്ന് കേൾക്കുന്ന പ്രസംഗത്തിൽ നമ്മളൊന്ന് ഡിസക്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഐ എന്നുള്ള വാക്ക് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അത് ഞാനാണ് പ്രധാനം. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും മോദിയുടെ ഗ്യാരണ്ടി ആയിരുന്നു. അത് സെറ്റ് ബാക്ക് ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നമാണ്. സെറ്റ് ബാക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു സീറ്റ് മോദിയുടെ ഗ്യാരണ്ടിയുടെ പുറത്താണ് അദ്ദേഹം നേടിയതെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ എന്നെ ഞാൻ തന്നെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളൊരു, അല്ലെങ്കിൽ ഞാനാണ് എന്നുള്ളൊരു സംഗതി കൊണ്ടുവരണം എന്ന്, അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. നമ്മൾ അമേരിക്കയിൽ ട്രംപ് എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ മതി, അല്ലെങ്കിൽ എന്താ പറയുക ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക്, ഞാൻ എന്നുള്ള ഫാക്ടർ എത്രത്തോളം റെലവൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അതാണ് ഇവിടെ ശശി തരൂർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ കേരളത്തിലൊരു സിനാരിയോയിലേക്ക് വരിക, പിണറായി വിജയൻ എന്ന് പറയുന്നൊരു വ്യക്തി എത്രത്തോളം CPM-നും LDF-നും പ്രധാനപ്പെട്ടതാണ് ഇപ്പോഴും. അദ്ദേഹത്തിൻ്റെ ഒരു CPM-ൻ്റെ ഒരു ഇതനുസരിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ നിശ്ചയിച്ച മാനദണ്ഡം അനുസരിച്ച് തുടർച്ചയായ 2 ടേം കഴിഞ്ഞ് കഴിഞ്ഞാൽ മത്സരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം. ഒരു തവണ മന്ത്രിയായാൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം. ഈ നിശ്ചയം അദ്ദേഹത്തിൻ്റെതാണ്. അത് 3rd ടേമിൽ അദ്ദേഹം പാലിക്കുമല്ലോ എന്നുള്ളത് നമ്മൾ കണ്ടറിയാം. എന്തുകൊണ്ടാണ് ആ ലീഡർഷിപ്പ് എന്നുള്ളത് അത്രത്തോളം പ്രോമിനൻ്റ് ആയിട്ട് അവിടെ നിൽക്കുകയാണ്, ഇപ്പോഴും നിൽക്കുകയാണ്. മൈനസ് പിണറായി വിജയൻ ആരാണ് LDF-ൻ്റെ ലീഡർഷിപ്പിലേക്ക് അല്ലെങ്കിൽ CPM-ൻ്റെ ലീഡർഷിപ്പിലേക്ക് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ടർ കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവും. ഒരു സംശയവും അക്കാര്യത്തിലല്ല. അതിനെ റീപ്ലേസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു മുഖം കണ്ടുപിടിക്കുക അത്ര എളുപ്പമല്ല. ഈ സിനാരിയോ അവിടെ ഉണ്ട്. ആ സിനാരിയോ ശശി തരൂർ നല്ലവണ്ണം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ അവിടെ ആയിരുന്നു, എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ലോകങ്ങൾ കണ്ടിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങളിൽ ഞാൻ ഇൻവോൾവ് ആയിട്ടുണ്ട്, എനിക്കിതല്ലെങ്കിൽ വേറെ കാര്യമുണ്ടെന്ന് പറയാനുള്ള ഒരു എന്താ പറയുക അടിസ്ഥാനം അദ്ദേഹത്തിനുണ്ട്. അത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് വേറെ പ്രശ്നമാണ്. പക്ഷേ അദ്ദേഹത്തിന് ആ ബേസ്മെൻ്റ് അവിടെയുണ്ട്. ആ ബേസ്മെൻറ്റിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് അത്ര എളുപ്പത്തിൽ തള്ളിക്കളയാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, അതിൽ വേറെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മളൊരു വിഷനോടുകൂടി അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നതും അധികാരത്തിൽ വന്നതിന് ശേഷം ഞാനൊരു വിഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കും എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ശശി തരൂരിൻ്റെ കാര്യത്തിൽ അടുത്ത 1 ടേമിലേക്കെങ്കിലും, ഞാൻ പറയുന്നത് അദ്ദേഹം ഭയങ്കര വിഷണറി ആയിട്ടുള്ളൊരു മനുഷ്യനാണ് എന്നുള്ള ഒരു മുൻവിധിയോടുകൂടിയല്ല പറയുന്നത്, പക്ഷേ 1 ടേമിലേക്കെങ്കിലും ഉള്ള വിഷൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാകും. ആ ധൈര്യത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിന് പകരം വയ്ക്കാൻ എന്തുണ്ട് ഇപ്പുറത്ത് എന്നുള്ള ക്വസ്റ്റ്യനാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം പേര് പറയാതെ ചോദിക്കുന്നത് VD സതീശനോടും രമേശ് ചെന്നിത്തലയോടും കെ സുധാകരനോടും ഒക്കെയാണ്. നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എന്ത് വിഷനാണ് മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്? ഇതാണ് അദ്ദേഹത്തിൻ്റെ മൂലധനം. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, എനിക്ക് വേറെ കാര്യങ്ങളുണ്ട്, ഒരു ഓർഗനൈസേഷൻ ഇല്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല ഈ എന്താ പറയുക സർക്കംസ്റ്റാൻസസിൽ. അതിൽ അദ്ദേഹം ഒരു തീരുമാനം എടുക്കും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്.
നിങ്ങളില്ലെങ്കിൽ ഞാനൊരു തീരുമാനം എടുക്കും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അത് ഡെഫിനറ്റ്ലി ഇന്നലെ ഇപ്പം തോമസ് ഐസക്ക് പറഞ്ഞല്ലോ, ശശി തരൂർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരില്ല എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ അതിൻ്റെ മറുപടിയുണ്ട്. എവിടേക്കായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ചായ്വ് എന്നുള്ളത് വളരെ ക്ലിയറാണ്. ആ ചായ്വ് അദ്ദേഹം എക്സ്പ്ലിസിറ്റായിട്ട് പറയാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല, കുറേ ഫങ്ഷൻസിൽ അദ്ദേഹം അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് മനസ്സിലാകാത്തത് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് ലീഡർഷിപ്പിന് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്.